പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ ഹിന്ദി ബി എ ക്ലാസ് 10ൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, സിലബസിലും അനുസരിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലല്ല മാർക്ക് കൊടുത്തിരിക്കുന്നത്. മാർക്ക് വ്യത്യാസമുണ്ട്. അപ്പോഴതിനനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യണം. എല്ലാ പ്രാവശ്യത്തെയും പോലെ നമുക്ക് നിർദ്ധാരിത സമയം 3 hours ആണ്. അതേപോലെ अंक 80 ആണ്. इस प्रश्न पत्र में 4 खंड है: का, ख, ग और घ. खंड का में अपठित गद्यांश से प्रश्न पूछे गए हैं, जिनके उत्तर दिए गए निर्देशों का पालन करते हुए दीजिए. അതിൽ ഖണ്ഡ് കായിൽ അപഠിത ഗദ്യാംശമാണ് തരുന്നത്. അത് വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തന്നെ നമ്മൾ ആൻസർ ചെയ്യണം. ഖണ്ഡ് ഖ में व्यावहारिक व्याकरण से प्रश्न पूछे गए हैं, आंतरिक विकल्प भी दिए गए हैं. അതേപോലെ നമ്മുടെ ഖണ്ഡ് ഖ എന്ന് പറയുന്നത് ഗ്രാമർ പോർഷനാണ്. അതിന് ചോയ്സും ഉണ്ട്, അതും ചെയ്യണം. ഖണ്ഡ് ഗ പാഠ്യപുസ്തക पर आधारित है, നിർദ്ദേശാനുസാർ ഉത്തർ ദീജിയെ. ഗ ഭാഗത്ത് വരുന്നത് നമ്മുടെ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ആ മാർക്കിൻ്റെ അനുസരിച്ച് മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഖണ്ഡ് ഘ രചനാത്മക ലേഖൻ पर आधारित है, आंतरिक विकल्प भी दिए गए हैं. അതേപോലെ ഈ ഘയ്ക്കകത്ത് രചനാത്മകമാണ്, റീഡിങ് അതിൻ്റെ റൈറ്റിങ്സ് ആണ് അതിനകത്ത് വരുന്നത്. അത് നിങ്ങൾ അതിനും ആന്തരിക വികല്പമുണ്ട്. അതിനനുസരിച്ച് വായിച്ചു നോക്കി അതെഴുതുക. പ്രശ്നപത്ര में कुल 16 प्रश्न है, സഭി പ്രശ്ന അനിവാര്യ ഹെ. ഏതാണ്ട് 16 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യേണ്ടതാണ്. യഥാസംഭവ് സഭി ഖണ്ഡോങ്കെ പ്രശ്നോങ്കെ ഉത്തർ ക്രമശഃ ലിഖിയെ. ഏതായാലും നിങ്ങൾ അതിൻ്റെ ഓർഡർ അനുസരിച്ച് തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് നോക്കണം. ഫസ്റ്റ് വരുന്നത് നമുക്കറിയാം അപഠിത ഗദ്യാംശമാണ്. ഇതിപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് 7 മാർക്കിൻ്റെ ഗദ്യാംശമാണ്. ആദ്യത്തെ ഗദ്യാംശ ഖണ്ഡ് ഖായിലെ അപഠിത ബോധ് വരുന്നത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറാണ്. അതിൽ നിങ്ങൾ ആ പാസേജ് എഴുതുന്നതിന് മുൻപ് ഒരു 2-3 പ്രാവശ്യമെങ്കിലും ആ പാസേജ് വായിക്കണം. വായിച്ചിട്ട് അതിന് ശേഷം വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. അപ്പം ആദ്യം നമുക്ക് വായിച്ച് നോക്കുമ്പോൾ ഒന്നും പഠിക്കാത്ത കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷേ ഇതുവരെ ഒന്നും നോക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിലും പേടിക്കേണ്ട. നിങ്ങൾ ആ പാസേജ് 2 പ്രാവശ്യം വായിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ നമുക്ക് മനസ്സിലാകും. എന്നിട്ട് നിങ്ങൾ സാവകാശം അത് ചെയ്താൽ മതിയാകും. അപ്പോൾ ആദ്യത്തെ അപഠിത ഗദ്യാംശത്തിൽ 7 മാർക്ക് ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. ഒരു 2-3 പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. അവിടെ ചോയ്സ് തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ പാസേജും അങ്ങനെ തന്നെ, അത് 7 മാർക്കാണ്. അപ്പം അവിടെയും നമ്മൾ 2 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കി അതിൻ്റെ ചോയ്സ് അനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യുക. ഇനി നോക്കുക, വ്യാവഹാരിക വ്യാകരണം. ഖണ്ഡ് ഖായിൽ വരുന്ന വ്യാവഹാരിക വ്യാകരണമാണ്. ഗ്രാമർ പോർഷനിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ആദ്യം വരുന്നത്. നിമ്നലിഖിത വാക്യമേ സെ കിനി 4 പ്രശ്നമൊക്കെ ഉത്തർ ദീജിയെ. അപ്പം നമുക്ക് 5 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 4 എണ്ണം ആൻസർ ചെയ്ത് അവിടെ ഒരെണ്ണം മാത്രമേ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി 4 നമ്മൾ ചെയ്യേണ്ടതാണ്. ഇവിടെ സാധാരണ ചോദിക്കുന്ന പദബന്ധാണ്. പദബന്ധിയിൽ നിന്നാണ് ആ 4 മാർക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ പദബന്ധ് നമ്മൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കി വെച്ചോണം. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. सूखा पड़ने के कारण पेड़ों से पत्तियों एक एक कर गिरने लगी. इस वाक्य में ക്രിയാവിശേഷൻ പദബന്ധ് ചാണ്ടി. അതിനകത്തുള്ള ക്രിയാവിശേഷണ പദബന്ധാണ് നമ്മളെടുത്ത് എഴുതേണ്ടത്. ആ പദബന്ധിൻ്റെ പോർഷൻ മാത്രം നമ്മളെടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെ ആ പദബന്ധ് നേരത്തെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ശരിക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ 4 മാർക്ക് മേടിക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് വരുന്നത് 4 മാർക്കിൻ്റെ അടുത്ത क्वेश्चन വരുന്നത് नीचे लिखे वाक्यों में से किन्हीं 4 वाक्यों का निर्देशांश रचना के आधार पर
വാക്യ രൂപാന്തരം ദീജിയെ. ഇത് ഞാൻ നേരത്തെ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാം, 4 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അത് സംയുക്ത വാക്യത്തിൽ ആക്കാനും മിശ്രവാക്യത്തിലാക്കാനും, അല്ലെങ്കിൽ മിശ്രവാക്യം തന്നിട്ട് നമ്മുടെ സാധാരണ വാക്യം സരൾ വാക്യമാക്കാനും ഒക്കെയുള്ള അങ്ങനത്തെ 4 ക്വസ്റ്റ്യൻ. അവിടെ 5 ക്വസ്റ്റ്യൻ ചോദ്യം നമുക്ക് ചോദിക്കുന്നുണ്ട്. അതിലെ 4 എണ്ണം മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മതി. അപ്പോൾ ആ വാക്യബദലിയുടെ ആ വാക്യ രൂപാന്തരൻ്റെ അത് ശരിക്കൊന്ന് മനസ്സിരുത്തി ഒന്ന് നോക്കിയാൽ ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് നമുക്ക് പെട്ടെന്ന് ഞാൻ വാക്യ രൂപാന്തരൻ്റെ ഒരു പ്രത്യേക വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എങ്ങനെ നമുക്ക് തിരിച്ച് അറിയാം, ഓരോ വാക്യം എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയാൽ ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല, കാരണം വീഡിയോ കുറച്ച് കൂടിപ്പോൾ, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ किन्हीं 4 प्रश्नों के उत्तर दीजिए, उपयुक्त समास का नाम भी दी. അപ്പോൾ സമാസിനെ അത് നമുക്ക് ശബ്ദം തന്നിട്ട് സമസ്തപദം തന്നിട്ട് വിഗ്രഹം ചെയ്യാനും, അല്ലെങ്കിൽ വിഗ്രഹം തന്നിട്ട് സമസ്തപദം എഴുതാനൊക്കെ ചോദിക്കും. ഉദാഹരണം പറഞ്ഞാൽ ചരണകമൽ, ചരൺരൂപി കമൽ, ചരൺരൂപി കമൽ, അങ്ങനെ നമ്മൾ എഴുതുക. എന്നിട്ട് അതിൻ്റെ സമാസത്തിൻ്റെ പേരും എഴുതുക. ഇനി തിരിച്ചാണെങ്കിൽ ആത്മാപർ വിശ്വാസ്, അതിൻ്റെ സമസ്തപദം എഴുതുക. ആത്മവിശ്വാസം എന്നുള്ള സമസ്തപദം എഴുതണം. അവിടെ ആ സമാസിൻ്റെ പേരും നമ്മൾ എഴുതണം. അപ്പം അങ്ങനെ സമാസത്തിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ 4 മാർക്ക്. അതേപോലെ ഇനി അടുത്തത് വരുന്നത് निम्नलिखित में से किन्हीं 4 मुहावरों का वाक्य में प्रयोग इस प्रकार कीजिए और उनके अर्थ आशय स्पष्ट हो जाए. അത് നമുക്ക് ഏതെങ്കിലും 4 എണ്ണം ചെയ്താൽ മതി. 5 മുഹാവര കൊടുക്കും. മുഹാവര അറിയാമല്ലോ, പഴഞ്ചൊല്ല്. 5 ചൊല്ലുകൾ കൊടുക്കും. അതിൽ 4 എണ്ണം നമ്മൾ ചേർത്ത് സെൻറ്റൻസ് ഉണ്ടാക്കിയാൽ മതി. അത് നമ്മുടെ ടെക്സ്റ്റിലെ തന്നെയാണ് വരുന്നത്. ടെക്സ്റ്റിനകത്ത് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള മുഹാവരയായിരിക്കും സാധാരണഗതിയിൽ കാണുന്നത്. വെളിയിൽ നിന്നുള്ളത് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിനകത്ത് വരുന്ന ആ മുഹാവരയെല്ലാം ഒന്ന് പ്രത്യേകിച്ച് നോക്കിക്കൊണ്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ മാർഗം സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം 16 മാർക്ക് ഗ്രാമർ പോർഷന് തന്നെ നമുക്ക് ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി അടുത്തത് പറഞ്ഞാൽ ഗായിൽ വരുന്നത് ഗദ്ദികണ്ഠാണ്. അത് നമുക്ക് പാഠ്യപുസ്തകത്തിലെ നമ്മുടെ സ്പർശിലെ ഏതെങ്കിലും ഒരു പാഠത്തിൻ്റെ പാരഗ്രാഫ് ആയിരിക്കും നമുക്ക് തരുന്നത്. എന്നിട്ട് അത് വായിച്ചിട്ട് അതിൽ നമ്മൾ 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ആ 5 മാർക്ക് ക്വസ്റ്റ്യന് അത് നമുക്ക് ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് നമുക്ക് ശരിക്കും ആ പാരഗ്രാഫ് നമ്മൾ വായിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പം അത് നിങ്ങൾ വിട്ടുകളയരുത്. നിങ്ങൾ ഒന്നും പഠിക്കാത്തവർക്ക് പോലും ആ പാരഗ്രാഫൊക്കെ 2-3 പ്രാവശ്യം ഒന്ന് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ പാഠത്തിൻ്റെ ഓർമ്മ വരും. അപ്പോൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതേപോലെ അടുത്തത് വരുന്നതും അത് 3 പ്രശ്നമൊക്കെ ഉത്തർ. അവിടെ നമുക്ക് ചോയ്സ് ഉണ്ട്. 2 മാർക്ക് ക്വസ്റ്റ്യനാണ്. 2 മാർക്ക് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. 3 ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ തരും. അതിൽ ഏതെങ്കിലും 3 എണ്ണം ആൻസർ ചെയ്താൽ മതി. 2 മാർക്കാണ്. അപ്പോൾ 2 മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി വലിച്ചു വാരി എഴുതണ്ട. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഏതാണ്ട് 25-30 ശബ്ദത്തിൽ വരുന്ന അത്രയും ആൻസർ മാത്രം എഴുതിയാൽ മതി. കൂടുതലൊന്നും നിങ്ങൾ വലിച്ചു വാരി എഴുതണ്ട. 2 മാർക്ക് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് 3 എണ്ണം അത് നിർബന്ധമായിട്ട് എഴുതേണ്ടതാണ്. 4 എണ്ണം തരും. പക്ഷേങ്കിൽ നമ്മൾ 3 എണ്ണം ചെയ്താൽ മതിയാകും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഗായാണ്. അത് നമ്മുടെ പദ്യവുമായിട്ട് ബന്ധപ്പെട്ട കാവ്യഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടെയും പാരഗ്രാഫ് ആയിരിക്കും തരുന്നത്. ആ പാരഗ്രാഫ് ഒരു പങ്ക്തിയാം ഒരു 8 ലൈൻസ് ഓർ 6 ലൈൻസ് തരും. അത് നമ്മൾ വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ചോയ്സ് ആൻസർ നമുക്ക് തരും. അതിൻ്റെ കറക്റ്റായിട്ടുള്ളത് നിങ്ങൾ ചൂസ് ചെയ്ത് എഴുതിയാൽ മതിയാവും. അതും 5 മാർക്കിൻ്റെയാണ്. നമ്മൾ പ്രോസ് ചെയ്ത പോലെ തന്നെ 5 മാർക്കായിരിക്കും അതും വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഇവിടെയും ഉണ്ട് 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. അപ്പം ഈ പ്രോസിനകത്തും ഉള്ളതുപോലെ തന്നെ പദ്യത്തിലും 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ട്. അത് ഒത്തിരിയില്ല. അതൊരു 2 ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. 2 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്.
അപ്പോഴങ്ങനെ 4 മാർക്ക് അതിന് വരും. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പാസേജിൻ്റെ പറഞ്ഞു, പിന്നെ അടുത്ത ഗദ്യഖണ്ഡ് പറഞ്ഞു, പിന്നെ പറഞ്ഞത് ഗ്രാമറുണ്ട്. ഗ്രാമർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാഠപുസ്തകത്തിലെ കാവ്യഭാഗം അതിൻ്റെ ഉണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെയും 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നുണ്ട്. ആ 2 മാർക്ക് ക്വസ്റ്റ്യൻസിന് ഒരു ചോയ്സ് ഉണ്ട്. അവിടെ 4 ക്വസ്റ്റ്യൻ തരും. 4 ക്വസ്റ്റ്യനകത്തുനിന്ന് നമ്മൾ 3 എണ്ണം മാത്രം ചെയ്താൽ മതിയാകും. അവിടെ നോക്കുക, നിങ്ങൾ കൂടുതലൊന്നും വലിച്ചു വാരി എഴുതരുത്. അത് 2 മാർക്കിനുള്ളത് മാത്രം എഴുതിയാൽ മതിയാകും. പിന്നെ നെക്സ്റ്റ് നമുക്ക് സഞ്ജയൻ്റെ പൂരപുസ്തകത്തിലെ സഞ്ജയൻ്റെയാണ്. സഞ്ജയൻ്റെ 2 പ്രശ്നം എഴുതിയാൽ മതി. അത് 3 എണ്ണം ചോയ്സ് ഉണ്ട്. 3 മാർക്ക് വെച്ചാണ്. അത് ഏതാണ്ട് 50 to 60 ശബ്ദത്തിൽ നമ്മൾ ആൻസർ ചെയ്യണം. ടോട്ടൽ 6 മാർക്കാണ്. 6 മാർക്കിൽ 3 മാർക്ക് വെച്ചുള്ള 2 ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്നത് രചനാത്മക ലേഖനാണ് കണ്ട് ഘായിൽ വരുന്നത്. അപ്പോൾ രചനാത്മക ലേഖനം വരുന്നത് ഒന്ന്, നമുക്ക് അതിനകത്ത് ഏതെങ്കിലും ഒരു വിഷയം അവർ ചോയ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് 5 മാർക്കിൻ്റെയാണ്. आज़ादी अभी अधूरी है विषय पर दिए संकेत आधार पर लगभग 80 से 100 ശബ്ദം से അനുച്ഛേദ ലേഖൻ. അപ്പം പോയിൻറ്റ്സ് തരിക. പോയിൻറ്റ്സ് തന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദ ലേഖൻ അതേതാണ്ട് 100, മാക്സിമം 100 ശബ്ദ, മിനിമം 80. അങ്ങനെ നമുക്ക് 5 മാർക്കാണ് അവിടെ വരുന്നത്. അതിന് ചോയ്സ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ മതിയാകും. അപ്പോൾ അങ്ങനെ ആ പാരഗ്രാഫ് നമ്മൾ ജനറൽ എസ്സേ ആണ്. ആ ജനറൽ എസ്സേ നിങ്ങൾ പഠിച്ചു വെച്ചാൽ പോയിൻറ്റ്സ് തരാം. പോയിൻറ്റ്സ് നമുക്ക് ലാംഗ്വേജ് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് ഈസി ആയിട്ട് മേടിക്കാവുന്ന മാർഗ്ഗമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇതുവരെയും പഠിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് ഹിന്ദി ലാംഗ്വേജിന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ പാരഗ്രാഫ് ലേഖൻ്റെ പോയിൻറ്റ്സ് തരും. ആ പോയിൻറ്റ്സ് നമ്മൾ അത് ഡിസ്ക്രൈബ് ചെയ്ത് നമുക്ക് എഴുതാൻ സാധിക്കേണ്ട 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സങ്കേത ബിന്ദുവും കെ ആധാർ पर അനുച്ഛേദിൻ്റെ 2 തരം. അതിലേതൊരു ഒന്ന് നിങ്ങൾ ചെയ്താൽ മതി 5 മാർക്കിന്. പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പത്രലേഖൻ വരും. അതും 5 മാർക്കാണ്. അത് പത്രം വരുന്നത് അതിനും ചോയ്സ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ പത്രത്തിൻ്റെ ഒരു ഫോമാറ്റ് പഠിച്ചു വെച്ച് എഴുതാൻ, അതായത് എഴുത്ത്, അത് നമുക്ക് എഡിറ്റോറിയൽ ലെറ്ററായിട്ടൊക്കെയാണ് ചോദിക്കുന്നത് മിക്കവാറും. അപ്പോൾ അതൊരു മോഡൽ പഠിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും അതും നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ സൂചന നോട്ടീസ് എഴുതാൻ എല്ലാത്തിനും ചോയ്സ് ഉണ്ട്. നോട്ടീസിന് 4 മാർക്കാണ്. അവിടെ ചോയ്സ് ഉണ്ട്. അതിൽ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ 80, അതിൻ്റെ ആ മോഡലൊക്കെ നമുക്ക് തന്നിട്ടുള്ളതുപോലെ തന്നെ ആ മോഡൽ ഞാൻ അതിൻ്റെ ഇട്ടിട്ടുണ്ട്. ആ മോഡൽ നോക്കിപ്പോയി തീർച്ചയായിട്ടും നിങ്ങൾക്കത് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് തരുന്നത് വിജ്ഞാപനമാണ്, അഡ്വർടൈസ്മെൻറ്റ്. അതിന് 3 മാർക്കേ ഉള്ളൂ. അതിപ്പം ഏതെങ്കിലും കമ്പനിയുടെ എന്തെങ്കിലും മേടിക്കാനോ അല്ലെങ്കിൽ കൊടുക്കാനോ ഒക്കെ ഉള്ളതിൻ്റെ, അതിപ്പോൾ നമുക്കറിയാൻ വേണ്ടി ഇഷ്ടംപോലെ അഡ്വർടൈസ്മെൻറ്റ് കാണുന്നത് ആ മോഡലിൽ അത് എഴുതി അല്ലെങ്കിൽ അതിൻ്റെ പടമൊക്കെ വരച്ച് നല്ല ഭംഗിയാക്കി വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ 1 മാർക്കും കളയാൻ പോകത്തില്ല. 3 മാർക്കും നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. പിന്നത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഒരു ഇമെയിൽ അല്ലെങ്കിൽ ലഘുകഥയാണ്. ഷോർട്ട് സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ എഴുതാൻ, അതും 5 മാർക്കിൻ്റെയാണ്. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള പോയിൻറ്റ്സ് വെച്ചിട്ട് ഒന്നുകിൽ നമുക്ക് ലഘുകഥ, ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇമെയിൽ അറിയാമല്ലോ. ഇന്നത്തെ കാലത്ത് ഇമെയിൽ അറിയാൻ വയ്യാത്തവരാരുമില്ല. അപ്പോൾ ഇമെയിലാണെങ്കിലും എഴുതാൻ പറ്റും. അങ്ങനെ 5 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് മേടിക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുവരെ പഠിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിലും നിങ്ങളൊന്ന് നോക്കി നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും.